മാരുതി സുസുക്കി ZN-ലാണ് വണ്ടി. അപ്പോൾ വണ്ടി എൻജിൻ സൗണ്ടൊക്കെ ആയിട്ട് വന്നതാണ്. നമ്മൾ എൻജിൻ മൊത്തം അയച്ചെടുത്തിട്ടുണ്ടാ. വണ്ടിയുടെ എൻജിൻ മൊത്തം അയച്ചിങ്ങെടുത്ത് എൻജിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻജിൻ്റെ കംപ്ലയിൻറ്റ്. കണ്ടാ, ക്രാങ്കേസാണ് ഈ കാണുന്നുണ്ടാ. ഇതിൻ്റെ ഈ വശത്തോടുകൂടി പിസ്റ്റണും കണക്റ്റിംഗ് നോഡും പൊട്ടിയിട്ട്, കണക്റ്റിംഗ് നോഡ് പിസ്റ്റണും കൂടി പൊട്ടി പീസായിട്ട് ഇതിൻ്റെ അകത്തൂടെ തുളച്ചി പോകുന്നതാ. ഈ ഒരു ഭാഗത്തൂടെ കണ്ടാ, ആ ഹോളിങ്ങനെ താഴെ കൂടെ അപ്പുറത്തൂടെ കാണാതാ. പിസ്റ്റണ് കണക്റ്റിംഗ് നോഡ് സെൻറ്ററിലെ ഈ 3 സിലിണ്ടറിലെ സെൻറ്ററിലെ ഇതില്ല, രണ്ടാമത്തെ സിലിണ്ടറിലെ പിസ്റ്റണൊക്കെ പൊളിഞ്ഞ്, അതുപോലെ കണക്റ്റിംഗ് നോഡൊക്കെ 2 പീസായി മൊത്തം പൊളിഞ്ഞ് വരുന്നുണ്ട്. കേസൊക്കെ പൊളിഞ്ഞേണ്ട വണ്ടി. ബാക്കി 2 സൈഡത്തെ ബാക്കി രണ്ടാ ഇതൊക്കെ ചെറിയ ബെൻഡുണ്ട്. ഫസ്റ്റ് സിലിണ്ടറും തേർഡ് സിലിണ്ടറും വേണ്ട. തേർഡ് സിലിണ്ടർ 2 നല്ല ബെൻഡുണ്ട് കേട്ടോ. ഇത് നല്ല ബെൻഡുണ്ട്. അതിന് ഇപ്പുറത്താണെങ്കിലാ കുറേ ചെറിയൊരു ബെൻഡുള്ളൂ. അത്ര അറിയണില്ല. ബാക്കി സെക്കൻഡ് സിലിണ്ടർ വരുന്ന, അഥവാ സെൻറ്ററിൽ വരുന്ന 3 സിലിണ്ടർ എഞ്ചിനാണല്ലോ. അപ്പോൾ സെക്കൻഡ് സിലിണ്ടറിൽ വരുന്ന കണക്റ്റിംഗ് റോഡിൻ്റെ അവസ്ഥ ഉണ്ടാ, ഇതാണുള്ളത്. അതുപോലെ പിസ്റ്റൺ കണ്ടാ, പിസ്റ്റണൊക്കെ പൊട്ടിപ്പൊളിഞ്ഞുണ്ടാ, പഞ്ചറായി. ഓക്കെ, ഈ ഒരു കഷ്ണമുണ്ട്. ബാക്കി ഈ ഓയിലിൻ്റെ സമ്പിലേക്ക് ഫുള്ള് സമ്പിൽ കാണാം അതിൻ്റെ പൊടി. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം അയച്ചെല്ലാം പീസാക്കി, മെയിൻ ബെയറിങ് അതുപോലെ എല്ലാ സാധനങ്ങളും അയച്ചിലിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ എന്താ സാധനം കണ്ടാൽ മനസ്സിലാവുണ്ടാ, ചില ആൾക്കാർക്ക് മനസ്സിലാവും. മറ്റേ നമ്മുടെ ടൈമിംഗ് ചെയിനിൻ്റെ ഗൈഡാണിത്. ഇതിൻ്റെ അവസ്ഥ നോക്കിയാൽ ഓയിൽ കട്ട പിടിച്ചിട്ടുണ്ടാ. ജസ്റ്റ് ചെയിന് കൊള്ളുന്ന ഭാഗത്ത് മാത്രം ചെറിയൊരു ഇതുണ്ട്, ഒരു കട്ട കുറവുണ്ട്. ബാക്കി ഫുള്ള് ചുറ്റി നോക്കി ഉണങ്ങി പിടിച്ചിരിക്കുന്നുണ്ടാ. അപ്പോൾ ഇതൊക്കെ മെയിൻ ടൈമിംഗ് ചെയിന് വരുന്ന അതിൻ്റെ കവർ, ഓയിൽ പമ്പ് വരുന്ന ഭാഗത്തിൻ്റെ കവറാണ് ഇതുണ്ടാ. ഇവിടുത്തെ കണ്ടീഷൻ നോക്കിയാൽ ഓയിൽ കറക്റ്റ് മെയിൻ്റെനൻസ് ചെയ്യാത്തതുകൊണ്ടാണ്, കറക്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട്. ഇതാ ഹെഡിൻ്റെ ഭാഗങ്ങൾ നോക്കിയാൽ ഹെഡിൻ്റെ ഭാഗത്ത് ഓയിലൊക്കെ ഫുള്ള് കട്ട പിടിച്ചിട്ട്, അത് വാൾ കവർ കണ്ടാ. ഇതൊക്കെയാണ് അവസ്ഥ. ടൈമിംഗ് ചെയിനിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ടൈമിംഗ് ചെയിന് ഇത് കുറച്ച് ചെറിയൊരു ഫ്രീ ഉണ്ട്, കുഴപ്പമില്ല. ക്യാം ഷാഫ്റ്റിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടാ. ക്യാം ഷാഫ്റ്റ് അതുപോലെ ക്രാങ്ക് ഷാഫ്റ്റ് അങ്ങനെ വലിയ അധികം ഇതായില്ല കണ്ട. മെയിൻ ബെയറിംഗ് ഒന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ. മെയിൻ ബെയറിംഗ് ഇത് കണക്റ്റിംഗ് റോഡ് കണക്ട് ചെയ്യുന്ന ഇത് മെയിൻ ബെയറിംഗ് കേട്ടോ, അത് കുഴപ്പമില്ല. ബാക്കി ഭാഗങ്ങളൊക്കെ ഫുള്ള് പോയി. ഇനിയിപ്പോൾ ഈ എൻജിൻ ബ്ലോക്ക് മൊത്തമായിട്ട് മാറണം. അതുപോലെ പിസ്റ്റൺ 3 കണക്റ്റിംഗ് റോഡ്, അത് അതിൻ്റെ ബെയറിങ്ങുകൾ, അതുപോലെ ബാക്കി കാര്യങ്ങളെല്ലാം ഫുള്ള് മാറണം, സെറ്റാക്കണം, മൊത്തം ക്ലീൻ ചെയ്യണം. ഓയിൽ പമ്പിൻ്റെ കണ്ടീഷനൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, ജസ്റ്റ് അയച്ചു വെച്ചിട്ടേ ഉള്ളൂ. എല്ലാം നോക്കണം. ഇതാണ് അവസ്ഥ. ഓയിൽ മാറ്റാതെ ഓടിക്കഴിഞ്ഞാൽ, കറക്റ്റ് പ്രോപ്പറായിട്ട് എൻജിൻ ഓയിൽ മാറ്റാതെ ഓടിക്കഴിഞ്ഞാൽ ഇതുപോലെ വണ്ടിയുടെ എൻജിൻ ഇതുപോലെ ഡിക്കിയിലൊക്കെ ഇരിക്കും കുറച്ച് കഴിയുമ്പോൾ. ഇതിലേക്ക് മീൻസ് പണി വന്നിട്ട് ഇതുപോലെ ഡിക്കിയിലൊക്കെ അയച്ചു വെക്കേണ്ട അവസ്ഥയായിരിക്കും. വണ്ടി ഇതുപോലെ കട്ടപ്പുറത്താവും.